നീ എന്താ സുമ ഇങ്ങനെ? ഞാനൊരല്പം വൈകിയെന്ന് വിചാരിച്ചിട്ട്. അപ്പം നീ ഇതുവരെ കഴിച്ചില്ലേ? സാമ്പാർ നല്ല രസം കേട്ടോ. അത് സാമ്പാറല്ല, രസ. ആ, നല്ല രസം. സാമ്പാർ പോലെ തന്നെ. അതെന്താ നിർത്തിയോ? എന്നോട് ദേഷ്യപ്പെട്ട് പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? ഓ, ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. രണ്ടോട്ടൊക്കെ കഴിക്കാതിരിക്കാൻ പറ്റുക. മച്ചിൻ്റെ മൂളിച്ചു നോക്കാൻ നാണമില്ലേ നിനക്ക്? ആ, ഇതിപ്പോ എന്ത് കിടത്തത്? കാല് മാറ്റി വെക്കടാ. ഇതെന്താപ്പത്? എന്താ സുമേ? എന്തിനാ ഈ കരയണത്? എന്നെ തൊടണ്ട. ബാലേട്ടൻ എന്തുദ്ദേശിച്ചിട്ടാ? എന്ത്? എത്ര ദിവസമായിട്ട് തുടങ്ങിട്ട്. എന്താണ്? എണീക്ക്, ഞാൻ പറയട്ടെ. എനിക്കൊന്നും കേക്കണ്ട. കേക്കണ്ടെങ്കി വേണ്ട, വന്ന് കാണ്. അപ്പൊ മനസ്സിലാവും ഞാൻ എന്തിനാ വൈകിയതെന്ന്. എടീ, സ്വപ്നങ്ങൾ മാത്രം ഉണ്ടായാൽ പോരല്ലോ, അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്നും കൂടെ നോക്കണ്ടേ? അതേ, നീ എപ്പോഴും പറയാറില്ലേ ഈ വാടക വീട്ടിൽ കിടക്കുന്നതിന്റെ വിഷമം. നമുക്കും സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ? നീ കേൾക്കുന്നുണ്ടോ? ഇന്നത്തെ കാലത്തൊരു വീട് വെക്കണമെങ്കിൽ 100 തവണ ആലോചിക്കണം. നമ്മുടെ കാര്യത്തിൽ ഞാനല്ലാതെ വേറെ ആരാ സുമയെ ഓടാനുള്ളത്? നീ ഇതൊക്കെ നോക്ക്, എന്നിട്ട് പറ. നല്ല നല്ല വീടുകളുടെ പ്ലാനുകളാ. ഇത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. എന്തിനാ ബാലേട്ടാ? ഞാൻ വീടിന് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കണോണ്ടാണോ? വേണ്ട, ഇങ്ങനെ കിടന്ന ഓടണ്ട. അതൊന്നും സാരല്ല. നിനക്കിതിൽ ഏത് പ്ലാൻ ഇഷ്ടമായത് അത് പറ. 3-4 പ്ലാൻ ഉണ്ട്. പ്ലാനൊക്കെ ഇവിടെ നിൽക്കട്ടെ. വാ, വന്ന് കിടക്ക. ആറ് മണിന്ന് പറഞ്ഞാൽ 6 മണിയാ. പവർ കട്ടിന്റെ കാര്യത്തിലെങ്കിലും കൃത്യനിഷ്ഠ ഉണ്ടല്ലോ. അത്യാവശ്യം വേണ്ടത് ഈ നേരത്താ. അതുണ്ടാവില്ല. എന്നാ വരണ ബില്ലിന് വല്ല കുറവുണ്ടോ? അനുഭവിക്കന്നെ. ഈ അമ്മിക്കുഴത് എവിടെ പോയി? സേതു, എന്തേ കാട്ടണേ? അയ്യോ, എന്നാ മോനെ ഈ അമ്മി എടുത്ത് പൊക്ക്. 6 പാക്ക് അല്ല, ഫുൾ പാക്ക് ഉണ്ടാക്കാം. താട ചേക്ക കളിക്കാൻ നിൽക്കാൻ നേരം ഒന്നും അറിയില്ല. ഓ, അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. നീ ആദ്യം പോയി പല്ല് തേക്ക്. പല്ലേക്കാതെയും കുളിക്കാതെയും കളിച്ചിവിടെ നിന്നോ. പോയി കുളിക്കടാ. മീൻ വല്ലതും വേണോ ചേച്ചോടി ചോദിച്ചോക്കേ. മീൻ വേണം. എന്ത് മീനാ? ആവലുണ്ട്. എന്താ വില? 350. 350 റുപ്യ. വേറെന്താ ഉള്ളത്? ചൂരയുണ്ട് 250. വേറെ? പിന്നെ ചാളയുണ്ട് 50 റുപ്യ. വേറെ എന്തായാലും ഉണ്ടോ? പിന്നെ കട്ടിയും ലേശമുണ്ട്. അത് ഞാൻ കൊടുക്കുകയല്ല. വല്ലാത്ത പകയം തന്നെ. എന്ത് ഹോയ് പോയോ? ബാലേട്ടാ, ആ മീൻകാരന്റെ ശബ്ദല്ലേ കേട്ടത്? അതെ അതെ. അയാള് പോയോ? ഓ, അവനതൊന്നും കൊടുക്കണില്ല അത്രടി. അയ്യോ, ഇപ്പൊ വല്ല പുളിങ്കറി ഉണ്ടാക്കാം. സേതു, കിങ്ങിണി ഓടി വായോ, വണ്ടി വന്നു. അമ്മേ, എന്റെ പെൻസിൽ കാണാനില്ല. പെൻസിൽ കാണില്ല, കാണണ്ട. ഒരു സാധനം സൂക്ഷിക്കില്ല, 2 എണ്ണു. ആ ചെവിയിലെന്തിരിക്കണേ, അതങ്ങോട്ട് കൊടുത്തേക്കൂ. അത് നിന്റെ. വാ വാ വാ. അതെ ബാലേട്ടാ, ഇന്നെങ്കിലും സെയ്താലിക്കാന്റെ കടയിൽ നിന്ന് മിക്സി വാങ്ങിച്ചിട്ട് വരണേ. ദോശയ്ക്ക് അരി വെള്ളത്തിലിട്ടുണ്ട്. അല്ലാന്നും നിനക്ക് ഈ നട്ടുച്ചയ്ക്ക് ചായ കുടിക്കണ നേരെ വീട്ടിൽ പോയിട്ട് ഊണ് കഴിച്ചു. ഏടാ പകയാ, ഈ ഊണ് കഴിക്കണമെങ്കിൽ 1.5 കിലോമീറ്റർ നമ്മളെന്നെ നടക്കണ്ടേ പെരേൽക്ക്? അല്ലാണ്ട് പിന്നെ 1.5 കിലോമീറ്റർ ഊണ് കളഞ്ഞു വെച്ചിട്ട് ഇങ്ങോട്ട് വരും. മാണ്ടടോ, അതുകൊണ്ടല്ലേ നമ്മൾ ചായ കുടിക്കണേ. മോനെ സുക്കൂറെ, മടിയ മല ചുമക്കിട്ടോ.
അതേസമയം നിത്യാഭ്യാസി ആന എടുക്കും. ആ വിജയേട്ടാ ആ. നിത്യാഭ്യാസം ഒരാനേനെ എടുക്കുള്ളൂ. മടിയനെ ഒരു മല മുഴുവൻ അങ്ങോട്ട് ചുമക്കും. അപ്പൊ ആരാ മുടുക്കേ? നിങ്ങൾ ഇങ്ങനെ വെറുതെ വിടലും വിട്ടോണ്ടിരുന്നോളി, ജോലിക്കും പണിക്കും പോവാതെ. എന്തേത്തിനാണ്ടോ നല്ല പോലെയാണ് ജോലിക്ക് പോണത്. ഈ നേരം വലിച്ചാകുമ്പോ തന്നെ കുളി നിസ്കാരം കഴിഞ്ഞ് തുണി മാറ്റി ജോലിക്ക് പോണ മനുഷ്യന്മാരെ കാണുമ്പോ തന്നെ നമുക്ക് തലപെരുക്കാൻ തുടങ്ങും. പിന്നെ എന്താ ആളുകൾ ചെയ്യേണ്ടത്? ഇങ്ങനെ വെറുതെ ഇരുന്നാ മതിയോ? പുട്ടടിക്കണ്ടേ? ചിന്തിക്കണടോ. എന്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചിന്തിക്കാൻ? എന്ത്? അപ്പൊ പലതു ആ അതോനിഷ്ടായി. ഞാൻ അത്യാവശ്യം ജോലി ചെയ്ത് അരി മേടിച്ച് കഞ്ഞി കുടിച്ച് പോകുന്നുണ്ട്. എന്റെ അരിയിൽ നിങ്ങൾ മണൽ വാരിയിടരുത്. പിന്നെ നിങ്ങളുടെ രൂപയുടെ അരിയിലാണല്ലോ ഇത്രയും വില കൂടിയ മണൽ വാരിയിടുന്നത്. ഓ, ഓ. നിങ്ങളോട് സംസാരിക്കാൻ തന്നാലേ എന്റെ ആവോലി ചീഞ്ഞു പോവും. അസറഫേ നീ പൊക്കോ. ഇവരെ പണി മുടക്കാതിരിക്കണവരാ. മറ്റൊരെഴുതിക്കും. രമേശാ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോത്തുപോലെ പണിയെടുക്കണ നിങ്ങളും ജീവിക്കണ്, ഒരു പണിക്കും പോവാത്ത നമ്മളും ജീവിക്കണ്. അപ്പൊ ആരാ മുടുക്കന്മാര്? അത് നിങ്ങൾ തന്നെ എടുക്കാൻ. അത് കേട്ടോ. എന്നാ ഒരു കാര്യം, എന്തേ നാളെ വരുമ്പളേ ഇവിടെ ഒരുപാട് പറ്റിന്റെ പൈസ തരാണ്ട്. അത് ടീച്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ചായ കുടിച്ചാൽ മതി ട്ടാ. ഇതാണ് ഇവന്റെ കുഴപ്പം. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാ അപ്പൊ പറ്റിന്റെ കൈ വയ്ക്കും, ചിന്തിക്കൂലെന്ന്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ? ഈ ബുദ്ധിയും ചിന്താശേഷിയുള്ള ആരെങ്കിലും എന്തെങ്കിലും പണിക്ക് പോയതായിട്ട് നിങ്ങൾ കേട്ടിക്കണോ? കേട്ടിക്കണോ വിജയേട്ടാ? ഉദാഹരണത്തിന് ശാസ്ത്രജ്ഞന്മാര്, പണ്ഡിതന്മാര്, സന്യാസിമാര്, എന്തിനു പറയണ് നമ്മളെ മന്ത്രിമാര്, MLA മാര്, ശരാശരി നിലവാരമുള്ള വാർഡ് മെമ്പർമാർ പോലും എന്തെങ്കിലും പണിക്ക് പോയിക്കണോ? എന്തുകൊണ്ടോ ഒരു പോവാത്ത്? ഓർക്കൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നമ്മളെപ്പോഴും മഹാന്മാരെ പാതയാണ് പിന്തുടരേണ്ടത്. ഒരു പണിക്കും പോവരുത്. അത് കഴിഞ്ഞോ? സൈതാലിക്കോ, ഇയാളിത് എവിടെ പോയി കിടക്കണേ? സൈതാലിക്കോ, അയ്യോ ഞാനിവിടെ നീ എവിടെ പോയി കിടക്കണേ? ഞാൻ ഇവിടെ ഉണ്ട്. ആദ്യം നിങ്ങളെ പാട്ടോ നിർത്തുവോ, എന്നല്ലേ വല്ലതും കേക്കുള്ളൂ. അല്ല, നിങ്ങൾ ഈ പാട്ടല്ലാണ്ട് വേറെ ഒരു പാട്ടും കേൾക്കില്ലേ? എപ്പം നോക്കിയാലും ഈ പാട്ട് തന്നെ. അതവിടെ പാടിക്കോട്ടെങ്കിൽ അതിന് കായൊന്നും കൊടുക്കണ്ടല്ലോ. അന്ന് നിനക്ക് എന്റെ മിക്സി എന്നൊക്കെ ഇതും കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഇതെന്തത്? അതതിന്റെ സാധനം ബാക്കിയായതാ. അതില്ലാതെ തന്നെ കണ്ടീഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൊണ്ടുപോയിട്ട് ഇനി വല്ല സാധനം കേടാകുമ്പോ അതിടാം. അതെല്ലേ? എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോന്ന്? നിങ്ങളെ ഒന്ന് നേരിട്ട് കാണാൻ പൂതിയായിട്ട്. അല്ല പിന്നെ 3 മണിക്കാ ചോറായിട്ട് വരേ. ഇന്നാ റസാക്കിന്റെ കല്യാണത്തിന് പോവാൻ എന്നോട് റെഡി ആയിട്ട് ഇരിക്കണോന്ന് പറഞ്ഞിട്ട് പോകുന്ന ആളല്ലേ നിങ്ങള്? ആലോ, ഞാനത് പറ്റ മറന്നുപോയി. നിങ്ങളുടെ കുട്ടിയോടെ കല്യാണത്തിന് വരാൻ ഓ മറന്നില്ലല്ലോ. നിങ്ങളെ കാണാണ്ടായപ്പോ ഞാൻ അങ്ങോട്ട് പോയി. തന്നയച്ച ഇത്തിരി നെയ്ച്ചോറ് വേയിച്ചോളി. ഇതും കെട്ടിപ്പോതി കൊണ്ടേ എനിക്ക് നാണക്കേട്. ഞാൻ ചോദിച്ചു വാങ്ങിയൊന്നുമല്ല, ഓൻ തന്നയച്ചതാ. ഏതായാലും അവിടെ കെട്ട നെയ്ച്ചോറല്ലേ? അല്ല, ബാങ്കിൽ നിന്ന് പിന്നെയും കത്ത് വന്നാ? ഓലിക്ക് ഇതല്ലാതെ പിന്നെ വേറെന്താ പണി? ഇങ്ങക്കൊക്കെ തമാശയാ. ഇന്റെ ഉള്ളില് തീയ. അന്റെ ഉള്ളിലെ തീ അണക്കാൻ ഇന്റെ അടുത്ത് ഒരു മരുന്നുണ്ട്. നിങ്ങൾ ഈ പാട്ടും കേട്ടിരുന്നോളി.